നാനാലീലകളാടുന്ന ശിവപാർവതിമാരുടെ മറ്റൊരു ലീലയാണ് മന്ദഗിരിവാസം. കാളി ഗൗരിയായത് ഈ ലീലയിലൂടെയാണ്. ദേവന്മാരെ അതിഘോരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് അസുരന്മാരായിരുന്നു സുംബനിസുംബന്മാർ. അവർ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ദേവിയുടെ അംശഭൂതയായ ഒരു നാരിയിൽ മാത്രമേ വധിക്കപ്പെടാവൂ എന്ന വരം നേടിയിരുന്നു. അങ്ങനെയുള്ള വധം ഉണ്ടാകുകയില്ലെന്ന ധാരണയിൽ അവർ സർവരെയും ക്രൂരപീഡനങ്ങൾക്ക് വിധേയരാക്കി. ബ്രഹ്മദേവൻ മഹാദേവനോട് ഈ വരദാനത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ദേവിയോട് സ്വന്തം അംശമായ ഒരു കന്യകയെ സൃഷ്ടിച്ച് സുംബനിസുംബന്മാരെ വധിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ബ്രഹ്മാവിനെയാണ് തപസ് ചെയ്ത് പ്രീതനാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും ദേവി മഹാദേവനെ അറിയിച്ചു. തന്റെ അനുഗ്രഹത്താൽ ബ്രഹ്മത്വം നേടിയ വിധാതാവിനെ പ്രത്യക്ഷപ്പെടുത്തുന്നത് എന്തിനാണെന്ന് മറുചോദ്യം ഭഗവാൻ ചോദിച്ചു. സതി എന്ന പേരോടുകൂടി ദക്ഷനന്ദിനിയായി അവതരിച്ചപ്പോൾ ജഗത്പതിയായ പരമേശ്വരനെ തന്റെ പതിയായി കിട്ടാൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ടുണ്ടെന്നും വീണ്ടും അതുപോലെയുള്ള ഒരു തപസ് അനുഷ്ഠിച്ച് ഗൗരിയാകുവാൻ, അതായത് വെളുപ്പ് നിറമുള്ളവളാകുവാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും ദേവി പറഞ്ഞു. ദേവകാര്യാർത്ഥമായിട്ട്